യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. നമ്മുടെ പിതാക്കന്മാർ പണ്ടു ചെയ്തു വന്നത് തുടർന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പല കാര്യങ്ങളും എന്തിനാണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ വളരെ പ്രാധാന്യത്തോടെ ചെയ്തു വരുന്നവരുമുണ്ട്. എന്തായിരുന്നാലും ഓരോ പ്രവൃത്തിക്കും അവരുടേതായ വിശദീകരണങ്ങളുണ്ടാകും. ഒരുപക്ഷെ അത് സംസ്കാരത്തിൻ്റെയോ ആചാരങ്ങളുടെയോ ഭാഗമാകാം. ഒരു വേദപുസ്തക പഠിതാവിന് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും സംശയം ഉളവാകുക സ്വാഭാവികമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെങ്ക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്യുലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ടിട്ട് എഫേസോസിലെത്തിയെന്ന്. പൗലോസ് തല ക്ഷൗരം ചെയ്യിപ്പിച്ചു. പൗലോസിനൊരു നേർച്ച ഉണ്ടായിരുന്നു. കൃത്യമായി ഗ്രന്ഥകാരനായ ലൂക്കോസ് ഇത് പറയുന്നുണ്ട്. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിക്ക് നേർച്ച നേരാമോ? തല ക്ഷൗരം ചെയ്യുന്ന നേർച്ച എന്താണ് എന്നൊക്കെ നമുക്കിന്ന് നോക്കാം. പഴയ നിയമത്തിൽ നാസിർ വ്രതത്തെ പറ്റി സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ദൈവത്തോടുള്ള സമർപ്പണത്തിൻ്റെയും വേർപാടിൻ്റെയും സൂചകമായി സ്വമേധയായുള്ള നേർച്ചയാണിത്. നാസിർ എന്നാൽ സമർപ്പണം ചെയ്യപ്പെട്ടത്, വേർതിരിക്കപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം. നാസിർ വ്രതം എടുത്തവർ ഒരു നിശ്ചിത കാലയളവിലേക്കോ ജീവിതകാലം മുഴുവനോ 3 നിയമങ്ങൾ കർശനമായി പാലിക്കണം. 1. മുന്തിരിയുടെ ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ പാടില്ല. എല്ലാത്തരം വീഞ്ഞും മദ്യവും ഉണക്കമുന്തിരിയും വീഞ്ഞിൽ നിന്നുണ്ടാക്കുന്ന വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ല. 2. മുടി മുറിക്കരുത്. 3. ശവശരീരങ്ങൾ ഒഴിവാക്കണം. ആചാരപരമായ വിശുദ്ധി നിലനിർത്തേണ്ടതിന് കുടുംബാംഗങ്ങളുടെ പോലും മൃതദേഹം തൊടാതിരിക്കണം. സാധാരണയായി 30 ദിവസമെങ്കിലും ഈ വ്രതം എടുക്കണം. എന്നാൽ ചില വ്യക്തികൾ അവരുടെ ജീവിതകാലം മുഴുവൻ നാസിർ വ്രതസ്ഥരായിരുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഉദാഹരണമായി ശിംശോൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നാസിർ വ്രതം അനുഷ്ഠിക്കണമെന്ന് ദൈവം തന്നെ മാതാപിതാക്കളോട് നിഷ്കർഷിച്ചിരുന്നു. ശമൂവേൽ പ്രവാചകൻ തൻ്റെ തലയിൽ സൗരക്കത്തി തൊടുകയില്ല എന്ന് അമ്മ ഹന്ന തന്നെ സമർപ്പിച്ചതായിരുന്നു. യോഹന്നാൻ സ്നാപകൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാം. നാസിർ വ്രതസ്ഥനായിരുന്നോ എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നതുമില്ല. ഇനി സംശയമുണ്ടാകാം, യേശു നാസിർ വ്രതം എടുത്തിരുന്നോ എന്ന്. പല ചിത്രങ്ങളിലും നീട്ടി വളർത്തിയ മുടി യേശുവിനുണ്ടായിരുന്നുവെന്ന് കാണുന്നു. തെളിവുകളില്ല. ശവശരീരം തൊടാത്ത ഒരു വ്യക്തിയല്ല യേശു. മരിച്ച ശരീരങ്ങളെ യേശു തൊട്ട് സൗഖ്യമാക്കി ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വ്യക്തമായി പറയുന്നുമുണ്ട്. വീഞ്ഞു കുടിച്ചതായി നമുക്ക് മനസ്സിലാക്കാം. അന്ത്യ അത്താഴ സമയത്ത് അപ്പവും വീഞ്ഞും തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയും ആ സമയം കർത്താവ് ഇപ്രകാരം പറയുകയും ചെയ്തു. ലൂക്കോസ് സുവിശേഷം 22:18 പറയുന്നു: ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല. യേശു പിന്നെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം എടുത്തതാണ് കഷ്ടതയുടെയും യാതനയുടെയും വേദനയുടെയും പാനപാത്രമായ കഷ്ടതയുടെ പാനപാത്രം. നാസിർ വ്രതം എടുത്ത വ്യക്തി എങ്ങനെ അത് അവസാനിപ്പിക്കണമെന്നതും വ്യക്തമായി ബൈബിൾ പറയുന്നുണ്ട്. വ്രതകാലം കഴിയുമ്പോൾ ക്രമപ്രകാരമുള്ള യാഗമൃഗങ്ങളുമായി സമാഗമന കൂടാരത്തിലെത്തണം. വാതിൽക്കൽ വെച്ച് തൻ്റെ തലമുടി ക്ഷൗരം ചെയ്ത് സമാധാന യാഗത്തിന് കീഴിലുള്ള തീയിലിടണം. വ്രതം അവസാനിക്കുമ്പോൾ അവർ തങ്ങളുടെ പ്രാപ്തി പോലെയാണ് അത് ചെയ്യേണ്ടത്. ഇവിടെ പൗലോസ് നാസിർ വ്രത പ്രകാരമാണോ മുടി മുറിച്ചത്? ചരിത്രപരമായ പശ്ചാത്തലവും കാലഘട്ടവും പരിശോധിച്ചു നോക്കുമ്പോൾ പുതിയ നിയമസഭ ഉടലെടുത്ത ആദ്യ കാലങ്ങളിൽ നടന്നൊരു സംഭവമാണിത്. പുതിയ നിയമസഭയ്ക്ക് ഉപദേശങ്ങൾ പൂർണ്ണമായി അന്ന് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. പിന്നീടായിരുന്നു വെളിപ്പെട്ട് കിട്ടിയത് പൂർണ്ണമായും. തൻ്റെ 2ാം മിഷണറി യാത്രയിലാണ് താൻ ഈ നേർച്ച നേർന്നത്, തലമുടി മുറിച്ചത്. പിന്നീട് എബ്രായ ലേഖനത്തിൽ താൻ വ്യക്തമായി ന്യായപ്രമാണത്തിലെ ആചാരങ്ങളും ബലികളും അവസാനിച്ചുവെന്നും ക്രിസ്തുവിൻ്റെ ക്രൂശിയാഗത്തിലൂടെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നടന്നു, ഇനി ഒരു ബലിയും ആചാരവും ആവശ്യമില്ല എന്നും വ്യക്തമാക്കുന്നുമുണ്ട്. യേശുവിൻ്റെ ക്രൂശീകരണ കാലഘട്ടത്തിന് ശേഷം AD 70 വരെ ഉള്ള AD 70 യെരുശലേം ദേവാലയം തകർക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം പുതിയ നിയമസഭയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ക്രിസ്ത്യാനികളും യേശുവിനെ വിശ്വസിച്ച് സ്നാനപ്പെട്ട ശേഷവും പല യഹൂദ ആചാരങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിൽ മടി കാണിച്ചിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്.
ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് മറ്റുള്ളവരെ ഭയപ്പെട്ട് ചെയ്തതാകണം നേർച്ച. യെരുശലേമിലെ കടുത്ത യഹൂദ മതവിശ്വാസികൾ തനിക്കെതിരെ തിരിയാതിരിക്കാനും സഭയിൽ ഒരു പിളർപ്പ് ഒഴിവാക്കാനുമാണ് ഈ വിട്ടുവീഴ്ച താൻ ചെയ്തത് എന്ന് നമുക്ക് 21 അധ്യായം 17, 18, 19 വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. സുവിശേഷീകരണത്തിന് വേണ്ടിയാണ് താൻ അത് അന്ന് ചെയ്തത്. എന്നാൽ ഉപദേശപരമായ കാര്യങ്ങളിൽ ഒരിക്കലും ഒരു വ്യക്തിയും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഇന്ന് ഈ നേർച്ചകളൊന്നും തന്നെ പുതിയ നിയമസഭ അംഗീകരിക്കുന്നില്ല. ആദ്യകാലത്ത് പൗലോസ് അപ്പോസ്തലൻ നേർച്ച നിവർത്തിച്ചു. ബാക്കി അപ്പോസ്തലന്മാരോ വിശ്വാസികളോ ആരും തന്നെ ഇതൊന്നും ചെയ്തതായി വ്യക്തമാക്കുന്നതുമില്ല. പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ന്യായപ്രമാണമായുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് ഉറപ്പിച്ച് പിന്നീട് പറയുന്നുണ്ട്. എബ്രായ ലേഖനം മുഴുവൻ അത് വ്യക്തമാക്കുന്നുണ്ട്. പഴയ നിയമഭക്തന്മാർ നേർച്ച നേർന്നു, യാക്കോബ് നേർന്നു, തൂണായി നിർത്തിയ കല്ല് ആലയമാക്കാമെന്നും 10% കൊടുക്കാമെന്നും. ഹന്ന പറഞ്ഞു, ദൈവമേ, നീ എനിക്കൊരു മകനെ നൽകിയാൽ ഞാൻ ജീവപര്യന്തം ദൈവത്തിന് സമർപ്പിക്കാമെന്ന്. ഈ നേർച്ചകളൊക്കെ കണ്ടീഷണലായിരുന്നു. ഇന്നത് ദൈവം ചെയ്തു തന്നാൽ ഞാൻ ഇന്നത് ദൈവത്തിന് ചെയ്തു തരാമെന്ന്. വാസ്തവത്തിൽ ഇന്ന് നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ? ദൈവത്തിന്റെ സ്നേഹം ക്രിസ്തുവിലൂടെ സൗജന്യമായി നമുക്ക് നൽകപ്പെട്ടു. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം മക്കളും അവകാശികളുമായി മാറി. ഇനിയും ദൈവത്തിൽ നിന്ന് കൃപ വിലയ്ക്ക് വാങ്ങേണ്ട കാര്യം നമുക്കില്ല. പഴയ നിയമത്തിൽ ശിക്ഷയെ ഭയന്നാണ് പലരും നേർച്ചകൾ നേർന്നിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ നാം മക്കളാണ്. ആയതിനാൽ നേർച്ചയ്ക്ക് പകരം സമർപ്പണമാണ് നമ്മിൽ നിന്ന് വേണ്ടത്. നീയും ദൈവവുമായി വ്യക്തിപരമായുള്ള ബന്ധത്തിൽ നിന്ന് എടുക്കുന്ന തീരുമാനമാകണം അത്. നമ്മുടെ ജീവിതം, സമയം, കഴിവുകൾ എന്തും ദൈവത്തിനായി നമുക്ക് സമർപ്പിക്കാൻ കഴിയും. അത് ഭയത്തോടെയല്ല, മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടല്ല, സ്നേഹത്തിൽ നിന്നുള്ള തീരുമാനമാകണം. ലൂക്കോസ് അപ്പോസ്തല പ്രവർത്തികൾ ഒരു ചരിത്ര പുസ്തകമാണ് ആയിട്ടാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയത്. എന്നാൽ ലേഖനങ്ങൾ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ വ്യക്തമായ ഉപദേശങ്ങളാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഇനി ഒരു നേർച്ചയും കാഴ്ചയും ആവശ്യമില്ല. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 1 വാക്യത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഇതാട്ടെ നമ്മുടെ സമർപ്പണം. നേർച്ചയല്ല, സമർപ്പണമാണ് ആവശ്യം. ഗോഡ് ബ്ലെസ് യു ഓൾ.